ഹൈദരാബാദ് ട്രിപ്പിന്റെ ഡേ 3 പാർട്ട് 2. ഗോൾക്കൊണ്ട ഫോർട്ട് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വിട്ടത് ചൗമഹല്ല പാലസ്ക്കാണ്. ഇതിന്റെ പേരിന്റെ മീനിങ് തന്നെ 4 കൊട്ടാരങ്ങളെന്നാണ്. ഹൈദരാബാദിലെ നൈസാമുമാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കൊട്ടാരം ഒരു മ്യൂസിയം കൂടിയാണ്. അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങള്, വസ്ത്രങ്ങള്, ഖുറാൻ പതിപ്പുകള്, പിന്നെ പാത്രങ്ങള്, ഫർണിച്ചറുകളൊക്കെ ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെടുന്നു. ഈ കൊട്ടാരത്തിന്റെ പ്രവേശന സ്ഥലത്തായിട്ട് തന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഖിൽവത്ത് ക്ലോക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 250 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ആ ക്ലോക്ക് ടവർ, അതിലെ ക്ലോക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 100 വർഷങ്ങൾ കൊണ്ടാണ് ഈ കൊട്ടാരം നിർമ്മാണം പൂർത്തിയാക്കിയത്. 2010 സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരവും ഈ കൊട്ടാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൽ ഏറ്റവും ആകർഷകമായ ഒരു സ്ഥലമാണ് ഖിൽവത്ത് മുബാറക്ക് എന്നറിയപ്പെടുന്ന അവരുടെ ദർബാർ ഹാൾ. പേർഷ്യൻ, രാജസ്ഥാൻ, യൂറോപ്പ് തുടങ്ങിയ നിർമ്മാണ രീതികളിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ആകെ 2 മുറ്റങ്ങളാണ് ഈ കൊട്ടാരത്തിനുള്ളത്. നൈസാമുമാർ അവരെ പ്രിയപ്പെട്ട അതിഥികളെ സ്വീകരിച്ചിരുത്തുന്ന ഒരു ഹാളാണത്. പിന്നെ ഇവിടെ പണ്ടുള്ള വിന്റേജ് കാറുകളുടെ ശേഖരണമുണ്ട് ഗൈസ്. ഇതിലെ നൈസാമുമാരുടെ 1912 റോൾസ് റോയ്സ് സിൽവർ ഗോസ്റ്റ് ഉൾപ്പെടെയുള്ള ധാരാളം വാഹനങ്ങളുണ്ട്. ഈ കൊട്ടാരത്തിന്റെ പുറത്ത് 12 വാതിലുകളുള്ള ബാരക്സുകൾ എന്നറിയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. കൊട്ടാരത്തിലെ ആഘോഷങ്ങൾക്കും സംഗീത പരിപാടികൾക്കും ഇത് ഉപയോഗിക്കുന്നു.